ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കാൻ നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്ത വലിയവനായ ദൈവത്തിന് നന്ദിയും സ്തുതിയും ഈ രാത്രിയിൽ അർപ്പിക്കാം. ഈ സമയം അനേകം പേർ ലോകത്തിൻ്റെ തിരക്കിൽപ്പെട്ട് മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ആയിരിക്കുവാൻ, അവിടുത്തെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ നിങ്ങൾക്ക് കിട്ടിയ ഈ വലിയ അവസരത്തിനായി നമുക്ക് മഹോന്നതനായ ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥനയുടെ ഈ സമയം ദൈവത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്ന നിങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ദൈവം കാണിച്ചു തരും. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഈ രാത്രി പ്രാർത്ഥനയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ, അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും ജ്ഞാനവും ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ഈ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ നിസ്സഹായതയിൽ ശക്തനായ ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. സമാധാനത്തിൻ്റെ ദൈവമായ കർത്താവ് എല്ലാം മറന്ന് സമാധാനത്തോടെ ഈ രാത്രി കിടന്നുറങ്ങാൻ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ. നാളെ നടക്കേണ്ടതായ അത്യാവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്മയുള്ള ഹൃദയത്തോടെ ഈ രാത്രിയിൽ നമുക്ക് ദൈവവചനം കേൾക്കാം, പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 105 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ ബലത്തെയും അങ്ങയുടെ ശക്തിയെയും കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങൾക്ക് അസാധ്യങ്ങൾ എന്ന് കരുതുന്ന, ഞങ്ങളെ ഇപ്പോൾ ഏറ്റവും അധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വലിയ പ്രശ്നങ്ങൾക്ക് മുൻപിൽ ഞങ്ങളുടെ നിസ്സഹായത അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബലവാനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഞങ്ങളെ താങ്ങി നടത്താൻ കർത്താവെ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഈ രാത്രിയിൽ വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ചെയ്ത കർത്താവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവെ, അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അതിനായി നന്ദി അർപ്പിക്കുന്നു. ഇന്നോളം നീ ഞങ്ങളെ സഹായിച്ചു. എന്നാൽ ഇപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവെ, ഞങ്ങൾ നിന്നിലേക്ക് വീണ്ടും അടുത്തു വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. കർത്താവെ, ഈ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ അലട്ടുന്ന അവരുടെ പ്രശ്നങ്ങളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ. ശാരീരിക സൗഖ്യം നൽകണമേ. മാനസിക സന്തോഷം നൽകണമേ. ഹൃദയത്തിൽ നിന്ന് ഭയവും നിരാശയും മാറ്റി ധൈര്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, നീ ഞങ്ങളുടെ അത്ഭുത പ്രവർത്തകനായ ദൈവമാണ്. നാളെ എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നിൻ്റെ ശക്തമായ കരത്തിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ,
അതിനെക്കുറിച്ചുള്ള ഇവരുടെ ഭാരവും വേദനയും വിഷമങ്ങളും നീ എടുത്തു മാറ്റി. എല്ലാം ദൈവത്തിന് സാധ്യമാകും എന്ന ഉറച്ച വിശ്വാസം അവരുടെ ഹൃദയത്തിൽ പകർന്നു നൽകി. ഈ രാത്രിയിൽ ആശ്വാസം നൽകി സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കാൻ അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ ദുഃഖവും വേദനയും അവരുടെ നിസ്സഹായതയും ഈശോയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ കർത്താവേ, നിനക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ നിനക്ക് സാധിക്കും. അതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻ്റെ അത്ഭുത ഇടപെടലുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നോളമുള്ള നിൻ്റെ കരുണയിൽ, നിൻ്റെ സ്നേഹത്തിൽ, നിൻ്റെ ദയയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവായ യേശുവേ, നിന്നിലേക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിന്നിലേക്ക് അടുത്തു വരുന്ന എല്ലാവരെയും, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും നിൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ജാതിമതഭേദമന്യേ സഹായിക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ നിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ വേദനയെ നീ ഏറ്റെടുക്കണമേ. അവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ. അവരുടെ അത്യാവശ്യങ്ങളെ നീ ഏറ്റെടുക്കണമേ. എല്ലാം നിന്നിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഈ മക്കൾക്ക് നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ നീയുണ്ട് എന്ന വിശ്വാസം എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും നീ നൽകണമേ. കർത്താവേ, നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, എല്ലാം ഓരോ അവസ്ഥയിൽ കഴിയുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിദൂരത്തായിരിക്കുന്നവരെ, വിദേശത്തായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിദേശത്തെ യുദ്ധഭീഷണിയിൽ കുടുങ്ങിക്കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ആർക്കും സഹായിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ, ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ എൻ്റെ ദൈവമേ, നിനക്ക് അത് സാധിക്കും. എൻ്റെ കർത്താവായ യേശുവേ, നീ ജീവനും പുനരുത്ഥാനവുമാണ്. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. കർത്താവേ, നിനക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കാൻ സാധിക്കും. നിൻ്റെ മക്കൾ ഈ രാത്രിയിൽ എവിടെയൊക്കെ വേദനയിൽ കഴിയുന്നോ, ഭയത്തിൽ കഴിയുന്നോ, നിസ്സഹായതയിൽ കഴിയുന്നോ, എൻ്റെ കർത്താവായ യേശുവേ, നിൻ്റെ കരം അവരെ തൊടണമേ. ഈ സമയം അവർക്ക് രക്ഷയുടെ നിൻ്റെ കരം നീട്ടി അവരെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ രക്ഷകനായുള്ളപ്പോൾ കർത്താവേ, ഞങ്ങൾക്കെന്തിനു ഭയപ്പെടണം? ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? ഞങ്ങൾ എന്തിനു ആകുലപ്പെടണം? എന്നാൽ രക്ഷകനായ ദൈവം ഇന്ന് രാത്രിയിൽ എന്നെ രക്ഷിക്കാൻ എൻ്റെ അടുത്ത് വരും. സക്കേവൂസിനെ രക്ഷിച്ച കർത്താവേ, ആ രാത്രിയിൽ നീ ആ കുടുംബത്തിൽ, ആ ഭവനത്തിൽ ചെന്നപ്പോൾ ആ കുടുംബത്തിനുണ്ടായ സന്തോഷം, ആ കുടുംബത്തിലുണ്ടായ ദൈവിക ചൈതന്യം, ആ കുടുംബത്തിലുണ്ടായ ആഹ്ലാദം, ആ കുടുംബത്തിൽ ദൈവ കൃപ ഒഴുകിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിൽ കർത്താവായ യേശുവേ, നിന്റെ രക്ഷയുടെ കരം തൊട്ട് സുഖപ്പെടുത്തണമേ. നിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ സക്കേവൂസിനുണ്ടായ അനുഭവം ഇന്ന് ഞങ്ങൾക്കും ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളുടെ ഭവനത്തിൽ വരണമേ. നീ ഞങ്ങളുടെ കുടുംബത്തിൽ വരണമേ. ഞങ്ങളെ അലട്ടുന്നതായ എല്ലാ പ്രശ്നങ്ങളുടെയും കർത്താവും നാഥനും രക്ഷകനുമായി നീ വാണ് അരുളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, നിന്റെ കാരുണ്യവും ദയയും സ്നേഹവും ഞങ്ങളിലേക്ക് നിറച്ച് ഈ രാത്രിയിൽ സുഖമായ ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളത്തെ അത്യാവശ്യങ്ങളെ എൻ്റെ ദൈവമേ ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഭയം കൂടാതെ ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വേദനയെ നീ സുഖപ്പെടുത്തണമേ. ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഞങ്ങളെ ഒരു നല്ല ഉറക്കം നൽകി അതിരാവിലെ നിന്റെ നന്മകളെ കാണാൻ, നീ ഞങ്ങൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളെ ദർശിക്കുവാൻ എൻ്റെ കർത്താവേ അതിരാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തണമേ. അത്ഭുത പ്രവർത്തകനായ ദൈവമേ,
നാളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ ഉറങ്ങുന്നവർക്ക് നാളെ ഒരു വലിയ അത്ഭുതം കാണാൻ നീ ഇടവരുത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രി മുഴുവനും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം അത്രയും ഞങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കുവാൻ കഴിയുവാൻ, ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച്, സ്നേഹം അനുഭവിച്ച്, അവിടുത്തെ സന്തോഷം അനുഭവിച്ച് ജീവിക്കാൻ എൻ്റെ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്നെ സഹായിക്കാൻ നിൻ്റെ കൂടെയുണ്ടാകട്ടെ. നിനക്ക് നല്ല ഒരു ഉറക്കം നൽകി, ശരീരത്തിന് സൗഖ്യം നൽകി, മനസ്സിന് സന്തോഷം നൽകി, ഹൃദയത്തിന് ധൈര്യം നൽകി, എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ കൂടെയുണ്ടായിട്ട് നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതത്തിൽ അവിടുന്ന് നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന അത്ഭുതങ്ങളെ ദർശിക്കുവാൻ അവിടുന്ന് വിളിച്ചുണർത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കർത്താവ് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകിയിരിക്കും. വേദനിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ഈ രാത്രിയിൽ ഒരു ആശ്വാസമായി മാറാൻ നിങ്ങളിത് അയച്ചു കൊടുക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.